ഹായ് ഫ്രണ്ട്സ്, ഞാൻ എന്തുവാണ് പെട്ടെന്ന് എന്താ ഒരു വീഡിയോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഹെയർ ഗ്രോത്തിനെ കുറിച്ച് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. പലർക്കും മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിരുന്നു. നമ്മുടെ നാച്ചുറൽ ഡേ എല്ലാവരും എടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്കത് വെറ്റായിട്ട് കൊടുത്തപ്പം അത് ലീക്കേജ് ഉണ്ടാവണു. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് ഡ്രൈ ഫോമിൽ അയക്കാമെന്ന് വിചാരിച്ചു. അപ്പം വിതിൻ 2 weeks നമ്മൾ ആ ഡ്രൈഡ് ഫോമായിട്ടുള്ള നാച്ചുറൽ ഡൈ നിങ്ങളുടെ അടുത്ത് എത്തും. അതുപോലെ നിങ്ങൾക്ക് സന്തോഷകരമായ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ പോവുക. ഫേസ് വാഷ് വിതിൻ 2 weeks ഫേസ് വാഷ് ഇറങ്ങും. അതുപോലെ തന്നെ ഹെയർ സെറം വരുന്നുണ്ട്, ഫേസ് സെറം വരുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ കുറേ പ്രോഡക്റ്റ്സ് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളായിരിക്കും എന്താ ഈ വേഷത്തിലെന്നൊക്കെ. ഞാൻ ആക്ച്വലി ചേർച്ചിൽ ഒരു കല്യാണമാണ്. അപ്പോൾ അതിന് ഞാൻ പോവുകയാണ്. ഇപ്പം 4 മണിക്കാണ് കല്യാണം. ഓക്കെ, ഇവിടെ അടുത്ത സിറ്റിയിൽ വെച്ചാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. മുടി കൊഴിച്ചിലിന് മെയിനായിട്ടും 3-4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ നല്ലതായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എടുക്കുന്നില്ല. പിന്നെ നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മുടി കൊഴിച്ചിൽ ധാരാളം ഉണ്ടാവും. ഇപ്പം നമ്മൾ എന്താ പറയുക, ഡ്രൈ ആയിട്ട് സ്കാൽപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ സ്കാൽപ്പിൽ ഇങ്ങനെ ഭയങ്കര ഇച്ചിങ് പോലെ വരികയും നമ്മുടെ ആ ഫോളിക്കിൾസ് ചുരുങ്ങുകയും ഹെയർ പൊട്ടിത്തുടങ്ങും സ്കാൽപ്പ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പം മേ ബി ഈ ഹെയർ ഫോൾ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് വരാം. നിങ്ങളിതെന്തായിരിക്കും എന്ന് വിചാരിക്കണേ. ഞാനിത് കുറച്ച് ഇൻടേക്ക്, നല്ല പ്രോട്ടീൻ സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഇൻടേക്ക് എടുക്കുന്നത് നമ്മുടെ ഹെയർ ഫോളിനെ ഒത്തിരി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്യാറുണ്ട്. എപ്പോഴും പറ്റാറില്ല. കാര്യം ഫ്രൂട്ട്സ് ഞാൻ ധാരാളം കഴിക്കും. പക്ഷേ എനിക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ സ്പ്രൗട്ടഡ് ആയിട്ട്, ഇപ്പം ഞാനിത് കണ്ടോ, ഗ്രീൻ ഗ്രാം ഉണ്ട്, നമ്മുടെ ബീ സീഡ്സ് ഉണ്ട്, പൾസസ് എല്ലാം കൂടി സ്പ്രൗട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത് നമ്മൾ കഴിക്കുന്നത്, ഇൻടേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളിനി എത്ര നല്ല പാക്ക് ഇട്ടാലും, എത്ര പ്രോട്ടീൻ റിച്ച് പാക്ക് ഇട്ടാലും, എത്ര നല്ല എണ്ണ തേച്ചാലും ദാറ്റ് ഈസ് ഗുഡ്. പക്ഷേ അതിനോടൊപ്പം നമ്മൾ ഇൻടേക്കായിട്ട് നല്ല ഫുഡ് എടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മുടി കൊഴിച്ചിൽ ഹെയർ ഫോൾ നിൽക്കുകയും നല്ലോണം മുടി വളരുകയും ചെയ്യത്തുള്ളൂ കേട്ടോ. ഇനി ഇതിനകത്ത് ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുവരാം. പിന്നെ ഏറ്റവും കൂടുതൽ മുടി കൊഴിയുന്നത് സീസണിൻ്റെ പ്രശ്നം വരുമ്പോൾ, വെള്ളം മാറി കുളിക്കുമ്പം അങ്ങനെയൊക്കെ വരാറുണ്ട്. ഏറ്റവും കൂടുതൽ മുടി പൊഴിയുന്ന സീസണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് മെയിനായിട്ട് സമ്മർ സീസണാണ്. സമ്മർ സീസണിൽ നമുക്കറിയാം ഭയങ്കരമായിട്ട് ചൂട് കൂടുതലാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 8 to 12 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചാൽ മാത്രമേ സ്കാൽപ്പിലെ ഡ്രൈനെസ്, നമ്മുടെ ബോഡിയുടെ എല്ലാ ഓർഗൻസും കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. കാര്യം ഡീഹൈഡ്രേഷൻ വന്നാൽ അത് നമ്മുടെ ഹെയർ ഫോളിനെയും അത് എന്താ പറയുക അഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പം അത് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ റീസൺ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നില്ല എങ്കിൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യും. പിന്നെ ഫോൾ വരുന്ന മെയിനായിട്ടും നമുക്കറിയാം സ്മോക്കിംഗ്, ഡ്രഗ്സ് എടുക്കുന്നവർ, ഒരുപാട് മെഡിസിൻസ് എടുക്കുന്നവർ. ഞാൻ ഒരിടയ്ക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് നമ്മൾ മെഡിസിൻസ് എടുക്കാം എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന്. മെയിനായിട്ടും ഇപ്പം പലർക്കും ഹെയർ ഫോള് കൂടുതലായിട്ട് വരുന്നത് തൈറോയ്ഡ് ഇഷ്യൂ, PCOD, മറ്റേ അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും പിന്നെ ഒത്തിരി ആൻറ്റിബയോട്ടിക്സ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേൺ കറക്റ്റ് അല്ല. എനിക്ക് കുറേ നാൾ, ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, കുറേ നാൾ സ്ലീപ്പിംഗ് ഇഷ്യൂസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 10 മണിക്ക് നമുക്ക് എന്നും ഒരു കറക്റ്റ്, ഞാൻ പറഞ്ഞു ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ കറക്റ്റ് ഒരു 10-10:30 ആകുമ്പോഴും നമ്മൾ ഉറങ്ങി രാവിലെ ഒരു 5:30, 6 എഴുന്നേൽക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. നമ്മുടെ ബോഡിയുടെ ഓർഗൻസിന് എല്ലാം റെസ്റ്റ് ആവശ്യമാണ്. പകൽ മുഴുവൻ നമ്മൾ ഒത്തിരി ടയേർഡായി നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളിപ്പം എന്താ ചെയ്യുക, നമ്മൾ പുറത്ത് വർക്ക് ചെയ്യാൻ പോകണു, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ട്രാവൽ ചെയ്യുന്നു, ഒരുപാട് സൺലൈറ്റ് നമ്മൾ കൊള്ളുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്താ പറയുക,
നമ്മൾ ഒത്തിരി ടയേർഡാവും. അപ്പോൾ നമുക്ക് രാത്രിയാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ല റെസ്റ്റ് വെച്ചിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ നല്ലോണം ഉറങ്ങിയില്ല എങ്കിൽ അത് നമ്മുടെ സ്കാൽപ്പിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ നടക്കത്തില്ല. നമ്മുടെ ബോഡിയുടെ ഓർഗൻസിനെ എല്ലാം അത് അഫക്റ്റ് ചെയ്യും. അത് മുടി കൊഴിച്ചിലിന് കാരണമാകും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മുടി എന്ന് പറയുന്നത്? നമ്മുടെ മുടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ പ്രോട്ടീൻ ഫിലമെൻ്റ് ആണ് ദാറ്റ് ഗ്രോസ് ഫ്രം ഫോളിക്കിൾസ്, അല്ലേ? ആ ഡെർമസിലുള്ള ഫോളിക്കിൾസിൽ ഉണ്ടാവുന്നതാണ് ഹെയർ. അപ്പം ആ ഫോളിക്കിൾസിന് കറക്റ്റായിട്ട് ആ ഫോളിക്കിൾസിൽ ന്യൂട്രിയൻസ്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് അത് വലിച്ചെടുത്ത് അതിൻ്റെ ആ ഒരു എന്താ പറയുക സ്ട്രെങ്ത്താണ് നമ്മുടെ മുടിക്ക് വരുന്നത്. അപ്പം സ്കാൽപ്പ് വീക്കായി ഫോളിക്കിൾസ് ചുരുങ്ങി അത് ഡ്രൈ ആയി തീരുമ്പോൾ നമ്മുടെ മുടിക്ക് സ്ട്രെങ്ത് കുറയും, മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ആവും. ഡ്രൈ ഹെയർ ഉള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ മാത്രമല്ല ബാക്കിയുള്ളവരോടെല്ലാം ഞാൻ പറയണം, ഇപ്പം നമുക്ക് ഭയങ്കര ചൂടിൻ്റെ സമയമാണ്. ഈ ചൂട് സമയത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് 8 to 12 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം. അതുപോലെ ആംല ജ്യൂസില്ലേ, നമ്മുടെ ആംല നെല്ലിക്ക, അത് നമ്മൾ നല്ലോണം ജ്യൂസ് ആക്കിയിട്ട് അത് മുടിയിൽ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർ നിങ്ങളെപ്പോഴും ഏതെങ്കിലും ഒരു ഓയിൽ, ബദാം ഓയിൽ, മസ്റ്റേർഡ് ഓയിൽ, അല്ലെങ്കിൽ നമ്മുടെ നല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ, പിന്നെ നമ്മുടെ എണ്ണ, ഈവൻ യു ക്യാൻ യൂസ് ഇൻഡോസ് ഹെർബൽ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് ചേർത്ത് ഇത് നമ്മൾ സ്പ്രേ ചെയ്യണം. എപ്പോഴും മുടി നല്ല എന്താ പറയുക ഒരു മോയ്സ്ചറൈസിങ് ആ ഒരു എഫക്റ്റ് എപ്പോഴും മുടിക്കുണ്ടാകണം, അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ഇത് സഹായിക്കും ഈ ആംല ജ്യൂസ്. പലരും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ് ഓണിയൻ ജ്യൂസ് ഉപയോഗിച്ചിട്ട് അവർക്ക് ഭയങ്കര ഹെഡേക്ക്, ചിലർക്കത് പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഓണിയൻ ജ്യൂസ് നിങ്ങൾ ഉപയോഗിക്കുമെന്ന്, അങ്ങനെ പ്രശ്നമുള്ളവർ, മൈഗ്രെയിൻ ഉള്ളവർ, ഹെഡേക്ക് ഉള്ളവർ ഓണിയൻ ജ്യൂസ് യൂസ് ചെയ്യരുത് കേട്ടോ. അത് നിങ്ങളുടെ എന്താ പറയുക, അത് മൈഗ്രെയിൻ ഉണ്ടാവാൻ, ഹെഡേക്ക് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്, നീർവീഴ്ച ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഓണിയൻ ജ്യൂസ് നിങ്ങൾ അഥവാ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രശ്നമില്ലാത്തവർ, ഹെഡേക്കും മൈഗ്രെയിനും ഇല്ലാത്തവർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണിയൻ ജ്യൂസിൻ്റെ കൂടെ ഈ ഇൻഡൂസ് ഹെർബൽ ഓയിലും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് സ്കാൽപ്പിൽ നല്ലോണം തേച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താ പറയുക താളിപ്പൊടി വെച്ച് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ കുറേ ടിപ്സാണ് ഞാൻ പറയുന്നത്. അംലയിൽ നമുക്കറിയാം, അംല, ഗ്രീൻ ഗ്രാം സ്പ്രൗട്ട് ചെയ്ത് ഞാൻ വെച്ചേക്കുക. ഗ്രീൻ ഗ്രാം, നമ്മുടെ ഈ കടല, ബീൻസ് ഒക്കെ സ്പ്രൗട്ട് ചെയ്തത്, ഇതാകുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റിന് നല്ലതാണ്, നല്ലോണം ഡൈജസ്റ്റ് ആവുകയും ചെയ്യും. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് ഡ്രൈ ആയിട്ട് കഴിക്കാൻ എനിക്ക് മടിയാണ്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല കേട് എടുക്കുക, അധികം പുളിപ്പില്ലാത്ത കേട് ഇതുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈവനിങ് ചിലപ്പോൾ നമ്മൾ സ്നാക്ക് കഴിക്കത്തില്ലേ, അതിന് പകരം നമ്മളത് ഒരു നേരമെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു നേരമെങ്കിലും നമ്മളിത് കഴിക്കുന്നത് നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിനും നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഹെയറിന് നല്ലതാണ്. ഓക്കെ, അപ്പം നമ്മൾ നല്ല ഫുഡ് കഴിക്കുക. സ്പ്രൗട്ടഡ് ഇതിനകത്ത് ഉള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്പ്രൗട്ടഡ് നമ്മൾ ഇതെടുക്കുമ്പോഴത്തേക്ക്, സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാം ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഹയർ ന്യൂട്രിയൻ അബ്സോർപ്ഷൻ നടക്കും ഇതിനകത്ത്. പിന്നെ റിച്ച് ഇൻ ഇത് പ്രോട്ടീൻ ആൻഡ് അമിനോ ആസിഡ്സ്, നമ്മുടെ മുടിക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ നമ്മുടെ വൈറ്റമിൻ കണ്ടൻറ്റ് ബൂസ്റ്റ് ചെയ്യും. നമുക്ക് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ഇതെന്താണ്, ഇത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്, പ്രോട്ടീനാണ്, വൈറ്റമിൻ എ റിച്ച് ആണ്, വൈറ്റമിൻ സി റിച്ച് ആണ്, എല്ലാമാണ്. ഇത് നമ്മളറിയാം, വെയ്റ്റ് മാനേജ്മെൻറ്റിന് പോലും സ്പ്രൗട്ടഡ് പൾസസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. അതുപോലെ നമ്മുടെ മിനറൽ അബ്സോർപ്ഷൻ, നമ്മുടെ ബോഡിയിൽ മിനറൽ അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടി ഈ സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാമും പൾസസും, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ സ്പ്രൗട്ടഡ് ഇത് മാത്രമല്ല, ഗ്രീൻ ഗ്രാമും ഇത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണെന്നറിയാമോ, കേർഡ് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ടൊമാറ്റോ യു ക്യാൻ യൂസ്. കുമ്പളങ്ങയില്ലേ, കുമ്പളങ്ങ, അതിനെന്താ പറയണേ, ആഷ്കോഡാണോ ബിറ്റകോഡാണോ അങ്ങനെ എന്തോ ആണ്, അത് നല്ലതാണ് കേട്ടോ. അതിലെല്ലാം വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്, ന്യൂട്രിയൻസും കൂടുതലുണ്ട്. ടൊമാറ്റോ, ആംല, കേർഡ്, അതുപോലെ ക്യാരറ്റിലൊക്കെ വളരെ ന്യൂട്രിയൻസ്, വൈറ്റമിൻ എ റിച്ച് ആണ്,
അതുപോലെ അംലയിൽ ക്യാരറ്റ്, അംലയിൽ റിച്ച് ഇൻ വൈറ്റമിൻ സി ആൻഡ് അയൺ. അപ്പം അയൺ നമ്മുടെ ബോഡിയിൽ കുറഞ്ഞാൽ നമുക്ക് നല്ലോണം അത് നമ്മുടെ എന്താ പറയുക, അത് അഫക്റ്റ് ചെയ്യും, നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യും. അയൺ ഡെഫിഷ്യൻസി വന്നാൽ മുടി പൊഴിയും കേട്ടോ. അതുപോലെ 100 ഗ്രാം ഒക്കെ നമ്മൾ ആക്ച്വലി ക്യാരറ്റ് കഴിച്ചാൽ നമുക്ക് നല്ലതാണ്. നമുക്ക് ആവശ്യമുള്ള അയണും നമുക്ക് വൈറ്റമിൻ സി ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതുപോലെ ചെമ്പരത്തി അരച്ച് തേക്കുന്നത്, ഞാൻ ഈ ഇടയ്ക്കൊരു പാക്ക് ഇട്ടായിരുന്നു, നിങ്ങളത് കണ്ടായിരുന്നോ? അത് നല്ലതാണ് കേട്ടോ. ചെമ്പരത്തി അരച്ചിടുന്നത്, അമല അരച്ചിടുന്നത്, നമ്മുടെ ഉലുവ സോക്ക് ചെയ്തിട്ട് അതും ചെമ്പരത്തി, അതാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് കാണിച്ച ആ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കഴിയുന്നതും നമ്മൾ കൂടുതൽ വെജിറ്റബിൾസ്, പ്രത്യേകിച്ചും ഈ ചൂട് ക്ലൈമറ്റിൽ കൂടുതൽ വെജിറ്റബിൾസ്, കൂടുതൽ ഫ്രൂട്ട്സ് നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ നന്നായിട്ട് ഉറങ്ങുക, കറക്റ്റ് ടൈമിന് ഉറങ്ങുക, അതൊക്കെ തന്നെ പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ലൈഫിൽ നമ്മളെന്താ പറയുക, ടെൻഷൻ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ടെൻഷൻ ഇല്ലാതിരിക്കുക എന്ന് പറയാം, പക്ഷേ നമ്മുടെയൊക്കെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണല്ലോ. നമുക്ക് വീട്ടുകാര്യങ്ങളുണ്ട്, ബിസിനസ് കാര്യങ്ങളുണ്ട്, പല മിനിസ്ട്രി കാര്യങ്ങൾ, പല കാര്യങ്ങളും നമ്മൾ ഭയങ്കര ബിസിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളത് മേക്കപ്പ് ചെയ്ത് എടുക്കേണ്ടത് നമ്മൾ നല്ല ഇതുപോലുള്ള സ്പ്രൗട്ടഡ് ആയിട്ടുള്ള പൾസസ് കഴിക്കുക. നമ്മുടെ ഇത് നമുക്ക് കേർഡിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലൈം ജ്യൂസ് ജസ്റ്റ് സ്ക്യൂസ് ചെയ്തതിനകത്ത് ഒഴിച്ച് കഴിക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ലീഫി വെജിറ്റബിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. കാരണം അതിനകത്ത് റിച്ച് ഇൻ കാൽഷ്യം. പാലക്, മുരിങ്ങയില ഏറ്റവും നല്ല സാധനമാണ്. മുരിങ്ങയില, പാലക്ക്, നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. സാമ്പാർ ലീവ്സ് ഒക്കെ നല്ലതാണ്. മുരിങ്ങയിലയും മുരിങ്ങക്കായും നല്ലതാണ്. അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ബോഡിക്ക് നല്ല സ്ട്രെങ്ത് വരികയും ചെയ്യും, നമ്മുടെ ഡെഫിഷ്യൻസീസും മാറും, നമ്മുടെ ഹെൽത്ത് നല്ലതായിട്ടിരിക്കുവാണ്. നല്ല ഫുഡ് കഴിച്ച് നല്ലോണം നമ്മൾ ഉറങ്ങുന്നുണ്ട്, ഓക്കെ, നമ്മൾ നല്ലോണം ഉറങ്ങുന്നു, സ്ട്രെസ് ഫ്രീ ആയിട്ട് പീസ്ഫുള്ളായിട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നവരുടെ മുടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ, ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി എൻ്റെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, യു ഹാവ് ടു കൺസൾട്ട് എ ഡോക്ടർ. ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ഡോക്ടറിനോട് ചോദിക്കുക, എനിക്ക് ഇങ്ങനെ ഡെഫിഷ്യൻസി ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഡോക്ടറിൻ്റെ അനുവാദ പ്രകാരമാണ് നിങ്ങൾ മെഡിസിൻസ് എടുക്കാവുള്ളൂ കേട്ടോ. ഈവൻ ഇഫ് നിങ്ങൾ അയൺ ടാബ്ലറ്റ് എടുക്കുവാണെങ്കിലും, ഞാൻ ഇപ്പോൾ എൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എടുക്കുന്നത്. എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പലതവണ വന്നിട്ടുണ്ട്. സോ കാൽഷ്യവും നല്ലതില്ല, വൈറ്റമിൻ ഡി കറക്റ്റായിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ബോഡിയെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും, നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടും. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് എപ്പോഴും കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഈ മിനറൽസ്, ഈ ടാബ്ലറ്റ്സ്, എക്സ്ട്രാ ടാബ്ലറ്റ്സ്, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് നിങ്ങൾ എടുക്കാവൂ, ഓക്കെ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ നാച്ചുറൽ ഡൈ ഇനിയിപ്പം ഡ്രൈ ഫോമിലായിരിക്കും ഞാൻ അയക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര ധൃതിയാണ്, അത് വേണം ചേച്ചി വേഗം അയച്ചതാന്ന് പറഞ്ഞ്. അത് എനിക്കറിയത്തില്ല, ഈ ചൂടിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല. ഞാൻ പാക്ക് ചെയ്ത് അയച്ചിട്ട് അത് ഭയങ്കര ലീക്കേജ് വരുന്നു. അപ്പോൾ അതങ്ങനെ 2 പേരുടെ കസ്റ്റമറുടെ തിരിച്ചു വന്ന് പിന്നെ എനിക്ക് വീണ്ടും വേഗം അയച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് ഡ്രൈ ഫോമിൽ ഈ ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഫേസ് വാഷ് ഉടനെ വരുന്നുണ്ട്, സിറംസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സൊക്കെ നിങ്ങൾ വാങ്ങിക്കുക. ഷാമ്പൂ ഓരോരുത്തരും പറയുന്നുണ്ട് നല്ല ഷാമ്പൂ ആണ്, നല്ല മുടി നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആ ഷാമ്പൂ യൂസ് ചെയ്തിട്ട് അത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. ഞാൻ ഷാമ്പൂവിനെ കുറിച്ചെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളിലം താളിയുണ്ട്, ഹിബിസ്കസ് ഉണ്ട്, നമ്മുടെ ബ്രഹ്മിയുണ്ട്, കൈതോന്നിയുണ്ട്, അങ്ങനെ ഒരുപാട് ഹെർബ്സ് ചേർത്തിട്ടുള്ള ഹെർബലായിട്ടുള്ള ഷാമ്പൂ ആണ്. നമ്മുടെ മുടിക്ക് ഒരു ഹാമും വരത്തില്ല, ഓക്കെ. അപ്പോൾ ഇനി വരുന്നത് ഫേസ് സിറവും ഹെയർ സിറവും വരുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതും ഉടനെ ഉണ്ടാവും. കുറച്ച് തിരക്കിലാണ് ഞാനൊരു 2 ആഴ്ചത്തേക്ക്. അതിനുള്ളിൽ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ മന്ത് എൻഡൊക്കെ ആകുമ്പോൾ ഒരുവിധം കാര്യങ്ങളെല്ലാം ഓക്കെ ആകും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ആ പ്രോഡക്റ്റ്സ് കിട്ടിത്തുടങ്ങും, ഓക്കെ. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. കുറച്ചും കൂടെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ?
ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല ഫുഡ് കഴിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഓക്കെ, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, നല്ല ഫുഡ് കഴിക്കുക. നിങ്ങൾ മറക്കാതെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 8 to 12 ഗ്ലാസ്സസ് വെള്ളം ഡെയിലി കുടിക്കണം. കുടിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകത്തുള്ളൂ. മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല ആ ഒരു എന്താ പറയുക ഡ്രൈനെസ് ഒക്കെ മാറി നല്ല ഇതായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേറെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് വേണം. ഇപ്പോൾ നമ്മൾ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് അയക്കുന്നത്. ഓക്കെ, അത് കസ്റ്റമർ എവിടെയാണോ കസ്റ്റമർ താമസിക്കുന്ന സ്ഥലത്തെ ആ ഒരു സ്ഥലത്തെ പ്രൊഫഷണൽ കൊറിയർ ഓഫീസിൽ വരണം. കസ്റ്റമർ അവിടെ പോയി കളക്ട് ചെയ്യണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ആ ഒരു ഇപ്പം നമ്മുടെ കാര്യങ്ങൾ എന്താ പറയുക ഡെലിവറിയൊക്കെ നടക്കുന്നത്. ഓക്കെ, നമ്മുടെ പ്രോഡക്ട്സിന് ഡെലിവറി നടക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ DTDC വഴി ഉള്ള കാര്യം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ചേച്ചി DTDC കൊറിയറിൽ അയച്ചു തരണം എങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. പക്ഷേ അവിടെ ചാർജ് 55 ആണോ അവർ ചാർജ് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റിന്. നമ്മുടെ ഇവിടെ 50 അല്ലേ ചാർജ് ചെയ്യുന്നത്, അവിടെ 55 ആണ് ചാർജ് ചെയ്യുന്നത്. അവർ പറഞ്ഞു ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങൾക്ക് അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ആ എന്താ പറയുക പിൻകോഡ് ഉള്ള സ്ഥലങ്ങളിലേക്ക് അവർക്ക് ഡെലിവർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. അതൊരു ഗുഡ് ന്യൂസാണ്. കാര്യം ഒരുപാട് പേര് എന്നോട് ചോദിച്ചത് ചേച്ചി എൻ്റെ കയ്യിൽ കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു, ഓഫീസിൽ പോയി കളക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന്. ഓക്കെ, പിന്നെ വേറെന്താണ് നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ ഓർക്കുമായിരുന്നു. അതിനൊക്കെയുള്ളൊരു മറുപടി ആയിക്കോട്ടെ ഈ വീഡിയോ എന്ന് വിചാരിച്ചു. അപ്പം കഴിയുന്നതും എന്താ പറയുക നമ്മുടെ പ്രോഡക്ട്സിൽ ഉള്ള എന്താ പറയുക ഒത്തിരി പേര് പലരും കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് ചിലരുന്നേ എനിക്ക് കിട്ടിയുള്ളൂ. എല്ലാവരും ഫീഡ്ബാക്ക് നമ്മുടെ ബിസിനസ് അക്കൗണ്ടിൽ മിക്കവാറും പേരെയൊക്കെ ഞാൻ ആഡ് ചെയ്തു. എനിക്ക് സമയമില്ല, സമയം കിട്ടുമ്പോഴെല്ലാം ബാക്കിയുള്ളവരെ ആഡ് ചെയ്യാം. നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത് ചേച്ചി അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഓരോ പ്രോഡക്റ്റ് നമ്മൾ ഇറക്കുമ്പോഴും നമ്മൾ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ആ പ്രോഡക്റ്റ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിനകത്തുണ്ട്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ വീഡിയോയ്ക്കകത്ത് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനലിൻ്റെ ലിങ്ക് ബിസിനസ് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് കാണുമ്പോൾ അവിടെ സബ്സ്ക്രൈബ് എന്നുള്ളിടത്ത് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി ഒന്നുകിൽ ഇന്ദുലേഖ രാജീവ് എന്ന് അടിച്ചാൽ മതി, ചാനൽ ലിങ്ക് വരും. മാഡത്തിൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, പല വീഡിയോയുടെയും താഴെ. ഇനി അങ്ങനെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ചാനലിൽ വരുമ്പം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ, മനസ്സിലായില്ലേ? എന്നിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പുതിയ വീഡിയോ വന്നു എന്നറിയാൻ പറ്റത്തുള്ളൂ. ഓരോ പുതിയ പ്രോഡക്റ്റും ഞാൻ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും എന്താ പറയുക വളരെ താങ്ക്സ്. ഫെസ്റ്റിവൽ സമയമൊക്കെ ആണല്ലോ. ഓഫർ ഞാൻ പറഞ്ഞല്ലോ, ക്രീമും ഓയിലും വാങ്ങിക്കുന്നവർക്ക് ലിപ് ബാം ഫ്രീ, അതാണ് നമ്മുടെ ഓഫർ. ഓക്കെ, അപ്പോൾ കുറച്ച് പേരൊക്കെ അങ്ങനെ വാങ്ങിച്ച് കുറച്ച് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തു. ലിപ് ബാം അല്ലാതെ തന്നെ അയച്ചു തരുമോ എന്ന് ചോദിച്ചവർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ നമ്പേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ ഉണ്ടാക്കിയതിൽ. ഇനിയും കൂടുതൽ വേണമെങ്കിൽ വരും ദിവസങ്ങൾ ഞാൻ ഉണ്ടാക്കാം. അത് കസ്റ്റമർ എത്ര ആവശ്യപ്പെടുന്നു അതനുസരിച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കൂ. ഒരുപാട് ഉണ്ടാക്കി ലിപ് ബാം വെക്കില്ല. ഓക്കെ, പിന്നെ വേറെ വിശേഷമൊന്നും ഇല്ല എന്ന് വിചാരിക്കണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ഐ എം വെരി താങ്ക്ഫുൾ ടു യു. മാഡത്തിൻ്റെ പ്രോഡക്റ്റും മാഡത്തിൻ്റെ ക്രീമും എൻ്റെ ക്രീമും ഫേസ് വാഷ് വരുന്നുണ്ട്, ഷാംപൂ, നമ്മുടെ ഹെയർ ഓയിൽ, നമ്മുടെ എന്താ പറയുക ഫേസ് വാഷ്, ഷാംപൂ, നമ്മുടെ ഷാംപൂ തലമുടി തേക്കണ ഷാംപൂ, ഹെയർ ഷാംപൂ, ഹെർബൽ ഷാംപൂ, ഹെർബൽ ഓയിൽ, നാച്ചുറൽ ഡേ, അതാണ് ഹെയർ കെയർ പ്രോഡക്ട്സ്. പിന്നെ വരുന്നത് ക്രീമും നമ്മുടെ ലിപ് ബാമും ഒക്കെയാണ്. അപ്പം നമുക്കിപ്പോൾ ടോട്ടൽ 5 പ്രോഡക്ട്സ് ഉണ്ട്. ഇനിയിപ്പോൾ വരുന്ന കുറച്ച് പ്രോഡക്ട്സ് അത് ഉടനെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ വെയിറ്റ് ആൻഡ് എന്താ പറയുക അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എനിക്ക് കുറച്ച് സമയം വേണം, ഒരു 2 ആഴ്ചത്തോളം ഞാൻ കുറച്ച് തിരക്കിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, എല്ലാവരും എല്ലാ പ്രോഡക്ട്സും വേഗം വാങ്ങുക. ഓക്കെ, നമ്മുടെ ചില കസ്റ്റമേഴ്സിന് നാച്ചുറൽ ഡൈയുടെ ചില പ്രശ്നങ്ങളുണ്ടായി, ലീക്കേജ് വന്നു, തിരിച്ചു വന്നു. വീണ്ടും ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് നാച്ചുറൽ ഡൈ അയച്ചു കൊടുത്തു.
അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ സൈഡിൽ നിന്നുള്ള പ്രോബ്ലമാണ്. നിങ്ങളുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ അതിൽ ലീക്കേജ് ഉണ്ടായത്. അപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരും. വീണ്ടും ആ പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. എന്തായാലും 2 വീക്സ് കഴിയുമ്പോൾ നമുക്ക് ഡ്രൈഡ് ഫോം ഓഫ് പൗഡർ ഫോമിൽ നമുക്ക് നാച്ചുറൽ ഡേ വരും. ഓക്കെ, സോ വെയിറ്റ് ഫോർ ന്യൂ പ്രോഡക്ട്സ്. മേ ഗോഡ് ബ്ലെസ് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.